ക്രിസ്മസിൻ്റെ ഒരു കാലഘട്ടമായതുകൊണ്ട് ഇനി ഒരുപാട് സന്ദേശങ്ങൾ വ്യക്തിപരമായിട്ട് എല്ലാവരും കൈമാറുന്ന സമയമായതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് വീണ്ടും ഒരു ബ്രേക്കാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ളതാണ് എന്നെ ഈ ക്രിസ്മസ് വേളയിൽ ഏറ്റവും സ്പർശിച്ചിട്ടുള്ള ഒരു സന്ദേശം. പീസ് ടു ഓൾ പീപ്പിൾ ഓഫ് ഗുഡ് വിൽ. എന്താണ് ഈ നല്ല മനസ്സ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ചും ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ചിന്തകളോടൊക്കെ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ, നല്ല മനസ്സ് എന്ന് പറയുന്നത് അവനവനെ കുറിച്ചുള്ള ആദി പൂണ്ട് ജീവിക്കാതെ അവരനെക്കുറിച്ചുള്ള അവരുടെ സങ്കടങ്ങളെക്കുറിച്ചുള്ള ഒരു കൺസേൺ ഉള്ള വ്യക്തിയെ വേണമെങ്കിൽ നല്ല മനുഷ്യനെന്ന് പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അവനവനിലേക്ക് ചുരുങ്ങാതെ അപരനിലേക്ക് വളരുന്ന വ്യക്തി. ഈ അപരനിലേക്ക് വളരുമ്പോൾ മാത്രമേ നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയുന്നുണ്ട്, ഇരുട്ടത്ത് ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഒരു ശത്രുവിൻ്റെ കൂടെയാണെങ്കിൽ പോലും പകല് നടക്കുക എന്ന് പറഞ്ഞു. കാരണം ഏകാന്തത അല്ലെങ്കിൽ ഏകനായി ജീവിക്കുക എന്നുള്ളതല്ല മനുഷ്യനൊരു സമൂഹ സൃഷ്ടിയാണ്. സമൂഹ സൃഷ്ടി എന്ന് പറയുമ്പോൾ സമൂഹമായി ബന്ധപ്പെടുത്തി മാത്രമേ മനുഷ്യനെ കാണാൻ കഴിയുള്ളൂ. അങ്ങനെ ബന്ധപ്പെടുത്തി കാണുമ്പോൾ നമ്മളിലൊരു പാരസ്പരികത ഉണ്ടാവണം. ഈ പാരസ്പരികത എന്താണെന്ന് തിരിച്ചറിയുകയും ആ പാരസ്പരികതയിൽ സന്തോഷിക്കുകയും അങ്ങനെ ഒരു പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതിൻ്റെയോ ബന്ധപ്പെട്ടായിരിക്കുന്നതിൻ്റെയോ ഒക്കെ ഉള്ള ഒരു സന്തോഷത്തിലായിരിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോഴാണ് നമുക്ക് നല്ല മനസ്സുണ്ടാവുക. അല്ലാത്ത പക്ഷം നാം നമ്മുടെ കാര്യം മാത്രം നോക്കി നമ്മിലേക്ക് മാത്രം ഒതുങ്ങി അല്ലെങ്കിൽ നമ്മിലേക്ക് മാത്രം ചുരുങ്ങി നമ്മൾ അങ്ങ് ജീവിക്കും. ഞാൻ, എൻ്റെ മണ്ണ്, എൻ്റെ കുടുംബം എന്നുള്ള സങ്കല്പത്തിലേക്ക് പോകും. നേരെ മറിച്ച് ഇതൊന്നും എൻ്റേതല്ല എന്നും ഞാനൊരു കാര്യസ്ഥൻ മാത്രമാണ് എന്നും ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ എന്നും അത് കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ഉടമസ്ഥനെ കുറിച്ചുള്ള, ദൈവമാണ് ഉടമസ്ഥൻ എന്നുള്ള ചിന്തയും ആ ദൈവം കൈകാര്യം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയും മറക്കാതിരുന്നാൽ നമുക്ക് ഒരുപാട് ഈ പാരസ്പരികത മനസ്സിലാവും. അവരിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മിൽ വളരും. അങ്ങനെ എപ്പോഴും അവരനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഓർമ്മയാണ് ക്രിസ്മസ്. ദൈവം മനുഷ്യനെ ഓർത്തതാണ് ക്രിസ്മസ്. ദൈവം മനുഷ്യനെ തേടി വന്നതാണ് ക്രിസ്മസ്. ദൈവത്തെ മറന്ന, ദൈവത്തിൽ നിന്നകന്ന, സഹോദരങ്ങളിൽ നിന്നകന്ന മനുഷ്യരെ സഹോദരങ്ങളുമായും ദൈവവുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് ദൈവം തന്നെ മനുഷ്യൻ്റെ രൂപമെടുത്ത് വന്നിട്ട് സ്നേഹിക്കാത്ത മനുഷ്യനെ സ്നേഹിക്കാത്തടത്ത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു അവസരമാണ് ക്രിസ്മസ്. അതുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ ദൈവം ജനിക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ അപരന് ഇടമുണ്ടാകണം. അപരന് ഇടം കൊടുത്തിട്ട് നമുക്ക് ദൈവത്തെ കൂടെ ഇരുത്തുവാനായിട്ട് ക്രിസ്മസ് സഹായകമാവട്ടെ. നമ്മുടെ സഹോദരങ്ങളെ വെറുത്തുകൊണ്ടോ അവരോട് വിദ്വേഷം പുലർത്തിക്കൊണ്ടോ അവരോട് അസൂയപ്പെട്ടിട്ടോ അവരെതിരെ കണ്ണടച്ചിട്ടോ അവരെ അവഗണിച്ചിട്ടോ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ ദൈവം പിറക്കില്ല എന്ന് ഓർമ്മയിലുണ്ടാവട്ടെ. ദൈവം പിറക്കുന്ന ഒരു അനുഭവമാണല്ലോ ക്രിസ്മസ്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ പിറക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് ഇടം കൊടുക്കാം. അപ്പോൾ ദൈവം അവരോട് ഒത്തുവസിക്കും. ദൈവം മനുഷ്യരോട് ഒത്തുവസിക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യൻ മനുഷ്യരോട് ഒത്തുവസിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസവും നല്ലൊരു ക്രിസ്മസും എല്ലാവർക്കും നേരുന്നു. നല്ലൊരു വർഷ അവസാനവും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
റേഡിയോ മല്ലു മലയാളിയുടെ പാട്ടുപെട്ടി.